ഹലോ ഗൈസ്, എല്ലാവർക്കും വിൻസാൻഡോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പലർക്കുമുള്ള സംശയത്തിന്റെ ഉത്തരമാണ്. അതായത് വയസ്സായ കാക്കകൾ എവിടെ പോയാണ് ചാകുന്നത്. അപ്പോൾ ഇതിനായുള്ള വ്യക്തമായ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു വീഡിയോയിൽ കാക്കകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല പറയുന്നത്, എല്ലാ പക്ഷികളെയും കോമൺ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള സംശയങ്ങളും തീരും, കൂടാതെ കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോക്ക് ലൈക്ക് അടിച്ച് നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷികൾ എവിടെ പോയാണ് ചാവുന്നത്? ഇതിന് പൊതുവായ ഒരു ഉത്തരം നൽകുന്നത് അത്ര എളുപ്പമല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ പക്ഷികൾക്ക് ജീവിക്കാനായി. നമ്മൾ നമ്മളുടെ വീടിന്റെ അടുത്ത് മറ്റ് സ്ഥലങ്ങളിലും കാണുന്ന പക്ഷികൾ പരമാവധി 4 വർഷം വരെയാണ് ജീവിക്കുക. സ്വാഭാവികമായ മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറവ് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് ബ്രിട്ടനിലുള്ള പക്ഷി നിരീക്ഷണ സ്ഥാപനമായ RSPB അഥവാ റോയൽ സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് എന്ന സ്ഥാപനം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന പക്ഷികൾ ആൽബട്രോസ് എന്ന ഇനത്തിലാണ്. അവ ഏകദേശം 64 വർഷത്തിന് മുകളിൽ ജീവിക്കും. ഏകദേശം പ്രായം 2 കടക്കുമ്പോൾ തന്നെ ചെറിയ കിളികളുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാവും. ഇണചേരുന്ന കാലം കടന്നു കിട്ടിയാൽ പക്ഷികൾക്ക് ആയുസ് കൂടുമെന്നാണ് RSPB ഗവേഷകർ പറയുന്നത്. ഇനി നമ്മളുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. പക്ഷികൾ എവിടെ പോയാണ് ചാവുന്നത്? പറക്കുന്ന ഇടയിൽ ചത്തു വീഴുകയല്ല പക്ഷികൾ ചെയ്യുന്നത്. കൂടുതൽ പക്ഷികളും അവരുടെ അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലായിരിക്കുമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. മറ്റു പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെറിയ പക്ഷികൾ ചെയ്യുന്നത്. കുറ്റിക്കാടുകളോ മറ്റ് മരത്തിന്റെ പോടുകളോ പക്ഷികൾ അവരുടെ അവസാനത്തെ ദിവസം കഴിച്ചു കൂട്ടാനായിട്ട് എടുക്കും. പക്ഷികളുടെ മൃതദേഹം എവിടെ പോകുന്നു? പറക്കാൻ കഴിയുന്ന ജീവികളായതുകൊണ്ട് തന്നെ അവയ്ക്ക് ശരീരഭാരം തീരെ കുറവാണ്. ഭാരം കുറഞ്ഞ അസ്ഥികളും കൂടുതൽ തൂവലും ഉണ്ട് ഇവയ്ക്ക്. പിന്നെ മാംസവും വളരെ കുറവാണല്ലോ. ചത്തുപോകുന്ന ഉടനെ മാംസവും തൂവലും പെട്ടെന്ന് തന്നെ അഴുകി പോകും. ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അനുസരിച്ച് വളരെ പെട്ടെന്ന് പക്ഷികൾക്ക് ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പക്ഷികൾക്ക് അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ അവ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ വിശ്രമം അസുഖത്തിൽ നിന്നും കരകയറാൻ വേറെ സഹായിക്കും. മരം കൊത്തി പൊത്തിനകത്ത് ഇരിപ്പുറപ്പിക്കുന്നതും ചില കിളികൾ മണ്ണിനകത്ത് ഒളിച്ചിരിക്കുന്നതുമെല്ലാം ഇതിന്റെ അടയാളമാണ്. പറക്കാൻ പറ്റാതാകുമ്പോൾ പൂച്ച, പട്ടി, പാമ്പ് എന്നിവയ്ക്ക് മറ്റ് ജീവികൾക്കൊക്കെ പക്ഷികൾ ഇരയാവാറുണ്ട്. പക്ഷികൾ മറ്റ് ജീവികൾക്ക് ആഹാരമാകുന്നത് ആവാസ വ്യവസ്ഥയ്ക്കും ആവശ്യമാണ്. പക്ഷികളുടെ കൂട്ടമരണം വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി പഠനങ്ങൾ ഇതിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സാഹചര്യങ്ങളിൽ മനുഷ്യർ തന്നെയാണ് പക്ഷികളെ കൊല്ലുന്നത്. 2011 പുതുവർഷ രാത്രിയുടെ പിറ്റേന്ന് അമേരിക്കയിലെ അർക്കംസ്റ്റൻസ് എന്ന നഗരത്തിൽ 5000 പക്ഷികളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പുതുവത്സരം ആഘോഷിക്കാനായി ഉപയോഗിച്ച കരിമരുന്ന് പ്രയോഗത്തിലാണ് പക്ഷികൾ മരിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേ വർഷം തന്നെ അമേരിക്കയിലെ തുനീഷ്യ എന്ന നഗരത്തിൽ 500ഓളം പക്ഷികളെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഫാക്ടറികൾ, കീടനാശിനികൾ, വിഷപ്രയോഗം എന്നീ പല ഭീഷണികളും പക്ഷികൾ നേരിടുന്നുണ്ട്. 2016 അലാസ്ക നദിയുടെ തീരത്ത് 1000ഓളം പക്ഷികൾ ചത്തടിഞ്ഞിരുന്നു. മലിനീകരണമാണ് ഈ കൂട്ടക്കുരുതിയുടെ കാരണമെന്ന് മനസ്സിലായി. എന്തൊക്കെയായാലും മനുഷ്യർ എപ്പോഴും പക്ഷികൾക്ക് ഭീഷണി തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.